നമസ്കാരം സുഹൃത്തുക്കളെ, സുഖമല്ലേ എല്ലാവർക്കും? ഫുഡൊക്കെ കഴിച്ചോ? പിന്നെ സജീന എൻ്റെ വീഡിയോ എടുത്തൊന്ന് ഏറെ കയറ്റം നോക്കി, അനങ്ങിയൊന്നുമില്ല, എന്തോ ഭാഗ്യത്തിന്. ഏതായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം. എന്തോ ഭാഗ്യത്തിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കല്ലേ, അതിലും വലിയ സംഭവം നടക്കല്ലേ, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ ഈ വീഡിയോ ഡയറക്റ്റ് എഡിറ്റ് കാര്യമൊന്നുമില്ല, ഞാൻ സംസാരിക്കുകയാണ്, അങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പോരായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് എന്താ വെച്ചാൽ ഡിലേ ആകും ചിലപ്പോൾ. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മ കിട്ടാതെ അങ്ങനെ അതൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊന്ന് ആദ്യം പറയാം കേട്ടോ ഞാൻ. ഓക്കെ, നമുക്കത് കേൾക്കാം, അവരെന്താ പറയുന്നത് നോക്കാം. ആദ്യമായിട്ട് ഒരാളിനെ എൻ്റെ വീഡിയോ റിയാക്ട് ചെയ്തിട്ട് ഞാൻ അതിന് മറുപടി റിയാക്ട് ചെയ്യുന്നത് എന്താകും ആവോ നോക്കാം നമുക്ക്. അപ്പോ ഇന്നിപ്പോ ഞാൻ വന്നിരിക്കുന്ന ഒരു വീഡിയോ ഏതാണ് എന്ന് വെച്ചാൽ, സന്ദീപിനെ ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിനെ കുറിച്ചും അവൻ ജാമ്യത്തിൽ ഇറങ്ങിയതിനെ കുറിച്ചും ഒക്കെ ആയിട്ട് നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സന്ദീപിനെ അറസ്റ്റ് ചെയ്തെന്നുള്ള വീഡിയോയും നമ്മൾ ഇട്ടതിനകത്ത് ഒരിക്കലും നമ്മൾ അതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. തൂക്കിക്കൊല്ലാൻ വിധിക്കുമ്പോഴോ മറ്റേതെങ്കിലും കുറച്ച് ചെയ്യുന്ന ഒരു മനുഷ്യരും ഒരു വീഡിയോയിലും ആരും പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ ആരെങ്കിലും പറഞ്ഞു എന്ന് ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറഞ്ഞു, ആരെങ്കിലും പറഞ്ഞു എന്ന് അതൊരു ആലങ്കാരിക വാക്കാണ്. നിങ്ങൾ അങ്ങനെ വിചാരിച്ചു, അങ്ങനെ സന്തോഷിച്ചു, അതുപോലെ സന്തോഷിച്ചു എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ അതൊരു ആലങ്കാരിക വാക്കാണ്. അത് സ്കൂളിൽ പോയിക്കൊണ്ട് കാര്യമില്ല. അത് സ്കൂളിൽ പോയുമ്പോൾ പഠിപ്പിക്കുമ്പോൾ പഠിക്കണം, മനസ്സിലായില്ലേ? അതൊരു ആലങ്കാരം. ഇപ്പോൾ നമ്മൾ ചില പുഴയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഒഴുക്കുണ്ടാവും. മലവെള്ളപ്പാച്ചിൽ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലവെള്ളപ്പാച്ചിൽ പോലെ ഒരു ആലങ്കാരികമായിട്ട് പറയല്ലേ ആ ഒഴുക്കിന്. അത് നിങ്ങൾക്ക് അത്രക്കും സന്തോഷമായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു, എന്തൊക്കെയോ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഒരു ആലങ്കാരിക വാക്കാണ് കേട്ടോ. അതൊന്ന് ആദ്യം മനസ്സിലാക്കാം. ഈ ഒരു കേസ് എന്താണ് ഏതാണെന്ന് എല്ലാവർക്കും നല്ല വൃത്തിക്ക് അറിയാം. പിന്നെ ആ കൊടുത്തിരിക്കുന്ന ആളിന്റെ സോഴ്സും അതിന്റെ ഡെപ്തും എന്താണെന്ന് വെച്ചായിരിക്കും ബാക്കി കാര്യങ്ങൾ പോവുക. ഓക്കെ, കാരണം ഞാനും ഇതാണെങ്കിൽ എന്റെ ഒരു കേസൊന്നും ഞാനും ഒന്ന് പോയിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും. പക്ഷേ ഈ കുറേ എണ്ണം കിടന്ന് കരഞ്ഞ് മെഴുകുന്നുണ്ട്. ഈ ഒരു കമന്റ് എനിക്കൊരു ഫ്രണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ഉരുണ്ട് മറിയുന്നെന്ന് പറയുന്നത് മെഴുകി മറിയുക. അത് മെഴുകി ആര് ഉരുണ്ട് മെഴുകി മറിയുന്നേ? ആര് മെഴുകുന്നേ? നിങ്ങളല്ലേ ആ ബിഷപ്പിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ബിഷപ്പിൻ്റെ കാര്യത്തിൽ പറയാം കേട്ടോ. അത് ഒരു 2-3-4 മിനിറ്റിൽ അത് പറഞ്ഞങ്ങ് തീർക്കുന്നുണ്ട് കേട്ടോ. അത് ഇവർ പറയട്ടെ, ഇവരാണ് മെഴുകുന്നത്. നമ്മൾ റിയാക്ട് ചെയ്തപ്പോൾ നമ്മൾ മെഴുകുന്നവരായി. ഇങ്ങനെ ഒരു സാധനം അറിയുക. അതിന് ഓരോരുത്തന്റെ ഒരു വീഡിയോ എനിക്കൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. കാരണം എന്റെ അടുത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ തിരിച്ച് ഞാനല്ലാതെ വേറെ ആര് മറുപടി കൊടുക്കേണ്ടത്? അതിന്റെ പേര് അംജിത്ത്. ഓക്കെ, അപ്പൊ നിന്റെ അടുത്ത് ചെയ്തതിൽ എന്താ പറയാ, നീ ഇത് മാത്രമേ കണ്ടുള്ളൂ? നീ അതിൽ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റേ എന്താ പറയാ, ഒരു വോയിസ് ഓവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് 30 സെക്കൻഡിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എങ്ങാണ്ട് 20 സെക്കൻഡ് കൊണ്ട് ആ 20 സെക്കൻഡിന്റെ വോയിസ് കൊടുത്തേക്കുക. സ്ക്രീൻഷോട്ട് വേറെ, വോയിസ് വേറെ. നീ എന്താ അത് എടുത്ത് പറയാഞ്ഞത്? അതൊന്നും ഇതിൽ പറയുന്നില്ലല്ലോ. പറഞ്ഞ കണക്ക് ഞാൻ സെലക്റ്റീവ് സന്ദീപിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് എന്തൊക്കെയാകുന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഒന്നും ആകാതെ ആ സങ്കടത്തിൽ വന്നിട്ട് വീഡിയോ ഇട്ട് മെഴുകുന്ന ഒരുപാട് പേരുണ്ട്. അതിലെ പ്രമുഖ ബ്ലോഗറായ സജിനി ബ്ലോഗറുടെ കുറച്ച് മെഴുകുന്ന ആരാണെന്ന് ഇത് കാണുമ്പോ മനസ്സിലാവും. പിന്നെ എന്റെ പേര് പറഞ്ഞപ്പോ നിനക്ക് ഇത്ര ചിരി വരാൻ എന്താ? നിന്നെ അറിയുന്നത് മെഴുകുന്നത് ആരാന്ന് ഇപ്പൊ കാണുമ്പോൾ മനസ്സിലാകുന്നു വേണ്ട. നിന്റെ വോയിസ് മുന്നേ കണ്ടവർക്കൊക്കെ അറിയാം ആരാ മെഴുകുന്നതെന്നൊക്കെ. പിന്നെ നിന്റെ പേര് പറയുമ്പോൾ ചിരി എന്താന്ന് വെച്ചാല്, നിന്റെ പേര് പറയുമ്പോൾ 2 ഫീലിങ്സേ ഉണ്ടാവുള്ളൂ. ഒന്ന് കളിയാക്കും, നീ എന്താ പറയാ, അങ്ങനെ ആര് പരിഹാസം, എന്താ ഇവളിങ്ങനെ. അതും പിന്നൊന്ന് എന്താ പറയാ, നമുക്കൊരു ഉണ്ടാവില്ല, ദേഷ്യം ഉണ്ടാവുമല്ലോ. അത് ഈ 2 ഫീലിംഗ് നിന്റെ കാര്യത്തിൽ വരുള്ളൂ. അതിപ്പോ എന്താ ചെയ്യാ? എനിക്കിപ്പോ നിന്നോട് ഇപ്പൊ ഫസ്റ്റ് ഇതായതുകൊണ്ട് എനിക്ക് ചിരി വന്നു, ഞാൻ ചിരിച്ചു. പിന്നെ ആരൊന്നും ഇക്കിലേക്കൊന്നും വേണ്ട. ഇങ്ങനെ കുറെ ഇട്ടിട്ട് ദീർഘിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താ കേൾക്കാനുള്ളത്? ഇവര് അങ്ങനെ ഇങ്ങനെ കള്ളല്ല എന്തായാലും പറഞ്ഞു. അതിനെ പിന്നെ നമ്മളിങ്ങനെ കണ്ടിച്ചിരുന്ന കാര്യം കള്ളമാണ് പറയുന്നത്. നമുക്ക് കേൾക്കാട്ടോ. അത് കള്ളമല്ല, കള്ളമല്ലേ എന്തായാലും പറയുന്നത്. അതുകൊണ്ട് വല്ലാണ്ട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ്. ആദ്യം എന്താ പറയുന്നത് മനസ്സിലാക്കി.
ഞാൻ മലപ്പുറംകാരനാണ്. ആ മലപ്പുറം ഭാഷയിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുത്തും കൊണ്ട് റിയാക്ട് ചെയ്യും. ഇല്ലാണ്ടെങ്കിൽ ശശിയാകും. ഞാൻ പറഞ്ഞുതരാം. നിനക്ക് ആലോചിച്ചുകൂടെ? അത് കള്ളമല്ല പറയുന്നത് എനിക്കറിയാമെങ്കിൽ ഞാൻ പിന്നെ അതെടുത്തുങ്ങാണ്ട് റിയാക്ട് ചെയ്യുമോ? അത് നിനക്കൊന്ന് ആലോചിച്ചു. പിന്നെ ഇവൻ എന്ത് റിയാക്ട് ചെയ്യുന്നു ആലോചിച്ചൂടെ? ഇവൻ നിങ്ങൾ കള്ളമല്ല മനസ്സിലായല്ലോ. ഇതിനൊക്കെ ഒന്നും മനസ്സിലായിട്ടില്ല. വെറുതെ ഇരുന്നിട്ട് അതുകൊണ്ട് ധാരാളം അറസ്റ്റ് ചെയ്ത് കൊടുത്താലും സത്യമുണ്ട്. അത് നമുക്ക് പൊള്ളിയിട്ടാണ് നമ്മളോട് കേസ് കൊടുക്കുന്നത്. ആ സത്യം അവിടെ മൂടപ്പെടാൻ വേണ്ടിയിട്ടാണ് കേസ് കൊടുക്കുന്നത് എന്നാണ് ആ വ്യക്തി പറയുന്നത്. അപ്പൊ തിരിച്ചോ? അല്ലാതെ എന്താണ്? അതൊക്കെ സംഭവം പഴയ അളവാണ്. അതൊക്കെ കഴിഞ്ഞ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്. അയ്യോടാ മോനെ, അതെങ്ങനെ എക്സ്പയർ ഡേറ്റ് കഴിയും മോനെ? എൻ്റെ പൊന്നു പെണ്ണെ, ഇതൊരു കാര്യം മനസ്സിലാക്കി. നമ്മളൊരു കാര്യം ഒരു ഐഡിയ എടുക്കുമ്പോൾ ഇതൊക്കെ പണ്ടേ കഴിഞ്ഞ അടവാണ് വളവാണ് എന്നൊക്കെ ഈ ഐഡിയ എന്നൊക്കെ പറയില്ലേ, അതാണത്. അല്ല നിന്റെ കേസ് എക്സ്പയർ ആയി എന്നല്ല പറഞ്ഞത്. നീ എൻ്റെ വോയിസ് ഫുള്ളും കേൾക്കണില്ല. എത്തായി ഇങ്ങനെ കുറച്ചെങ്കിലും ബോധം വെച്ചങ്ങാണ്ട് നിന്റെ വീഡിയോ കണ്ടുകൊണ്ട് റിയാക്ട് ചെയ്യും. മനസ്സിലായില്ലേ? അല്ലാതെ 2-3 വാക്ക് കിട്ടുമ്പോൾ അയ്യോ കിട്ടിപ്പോയി ആക്കിക്കളയാന്ന് പറഞ്ഞ് വരല്ലേ. അത് പറഞ്ഞത് ഒരു ഐഡിയ ഒരാൾ എടുക്കുമ്പോൾ എടാ ഈ ഐഡിയ ഒക്കെ പണ്ടേ കഴിഞ്ഞതല്ലേ, പണ്ടേ ഇതൊക്കെ എക്സ്പയർ ചെയ്തതാണ് എന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? അത് ആ വീഡിയോ കണ്ട എല്ലാവർക്കും നീ ഫുള്ള് കണ്ടിക്കണമെങ്കിലല്ലേ. കണ്ടിരുന്നോ? പറയുന്നവർക്കൊരു ന്യായം, കേൾക്കുന്നവർക്കൊരു ന്യായം, ചേരി ന്യായം. എക്സ്പയർ ഡേറ്റ് ഒന്നും ആവത്തില്ലടാ മോനെ. പറഞ്ഞത് തന്നെയാണടാ. നമ്മളെ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാല് നമ്മളെന്തെങ്കിലും ചെയ്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടായാലൊക്കെ അപ്പൊ നമ്മളെന്താ വിചാരിക്കുക? അതുകൊണ്ട് നമ്മൾ അത് ചെയ്യും. നമ്മൾ തെറ്റുണ്ടെങ്കിലും നമ്മൾ അത് വിശ്വസിക്കാം. അവർ നമ്മളെ വിശ്വസിക്കാൻ വേണ്ടിട്ട് നമ്മളെന്ത് ചെയ്യും? അങ്ങനെ ചെയ്യും. അവനെ ഒരു രസമില്ലടാ സത്യം. ഞാൻ വിചാരിച്ചു അയ്യോ അങ്ങനെ പറയല്ല. അതിന് റിയാക്ട് ചെയ്യുക. അതിന് നീ പറ. എന്താ അതിന് ഉത്തരമില്ലേ നിനക്ക്? അത് രസമില്ലാന്നോ പറഞ്ഞ? എന്താണത്? അതിന് ഉത്തരവില്ലല്ലോ. വേഗം അത് രസമില്ല മോനെ. അതിന് നീ മറുപടി കൊണ്ടാ. അത് അങ്ങനെ ആയതുകൊണ്ടാണ് നിനക്ക് ഉത്തരമില്ലാത്തത്. അതുകൊണ്ട് നിനക്ക് രസമില്ലാത്തത്. ആ രീതി തന്നെ ഉദ്ദേശിച്ച് നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്തിരിക്കണമെങ്കിൽ നീ സത്യം ചെയ്യുമെന്ന് പറയുമ്പം നമ്മളത് ചെയ്തിട്ടില്ല എന്ന് അവർ വിശ്വസിക്കാൻ വേണ്ടി നമ്മൾ കള്ളസത്യം ചെയ്യില്ലേ, അതുപോലൊരു പണിയാണ് കാണിച്ചത്. അത് നിനക്ക് അറിയാമെങ്കിലൊന്നും അല്ല. എന്നിട്ട് അവിടെ എത്തിയപ്പോൾ അയ്യോ ഒരു ഇതില്ല, ഞാൻ വേറെ എന്തൊക്കെയോ വിചാരിച്ചു. ഒരു സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരു രസവുമില്ല നിന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാൻ. ആദ്യം കേട്ടപ്പോൾ ഞാൻ ഇതിനകത്ത് എന്താണ്ട് ഉണ്ടെന്ന് ഒന്നുമില്ല. അയ്യോ ഒരു ഇതുമില്ലേ. പിന്നെ നീ അതിനടുത്ത് റിയാക്ട് ചെയ്ത് എന്തിനാണ്? ഇത് കണ്ടിട്ടല്ലേ റിയാക്ട് ചെയ്തത്? നീ കണ്ടുകൊണ്ട് അല്ലല്ലോ റിയാക്ട് ചെയ്യുന്നത്. കണ്ടിട്ട് എല്ലാം നോക്കി എഡിറ്റ് ചെയ്തിട്ടല്ലേ. അപ്പോൾ എനിക്ക് തോന്നിയില്ലേ ഇതൊന്നും ചെയ്യാൻ മാത്രമൊന്നുമില്ല, അവനെ അവൻ്റെ പണി നോക്കി നീ ചിന്തിച്ചുകൂടായിരുന്നോ? എന്ത് കിണ്ടിക്ക് എടുത്തുങ്ങാണ് നീ ഇത് റിയാക്ട് ചെയ്തത്? ഇവർക്ക് എല്ലാം ഇങ്ങനെയാണ്. ഇവരുടെ കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഇനി നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞില്ല, ഞങ്ങൾ സന്തോഷിക്കാൻ പറ്റില്ല, മറ്റേ മറിച്ച് നിൽക്കുക. നിങ്ങളുടെ ഹാൻഡിൽസുകൾ ഇത് കറക്റ്റ് ഇവനെ 2 ദിവസം കിടത്തും എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ച് ഉറപ്പിച്ച് നിൽക്കുകയായിരുന്നു. പിറ്റേന്ന് വന്നില്ലേ, ഇവൻ ഇറങ്ങുന്ന ഉറപ്പ് നോക്കില്ലായിരുന്നു. ഷെഫീന ബീവി ഉണ്ടായത് കൊണ്ട് മാത്രം ഇറങ്ങിയത്, ഇല്ലെങ്കിൽ 2 ദിവസം ഏറെ കിടന്നേനെ അവനെ. അപ്പം ഉണ്ടാക്കി റെഡിയാക്കി വെച്ച് എത്തോരം പോസ്റ്റുകളുണ്ട് നിങ്ങളടുത്ത്. അതൊക്കെ വന്ന എന്താണ് യൂട്യൂബർ റിമാൻഡിൽ, അടുത്തത് ആര് എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയാണ് വിട്ടുന്നത്? പ്രമുഖ യൂട്യൂബർ സന്ദീപിനെ വീട്ടിൽ പോയി തൂക്കാൻ എന്താ വാഴക്കൊലയോ? എന്തൊക്കെയായിരുന്നു അയാൾക്ക്? മറ്റൊരു തങ്കച്ചൻ ചേട്ടൻ പോയി വീഡിയോ എടുത്തിട്ട് അത് ഇട്ടിട്ട് പഴയ ഓഡിയോ എടുത്തുങ്ങാണ്ട് അതിന് ആടെ എത്തിക്കുക. എന്നിട്ട് മാതാവേ ആ പാട്ട് കൊണ്ടുപോയിങ്ങാണ്ട് അവൻ ആ പാട്ടിന് അവൻ നടന്നു പോകുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായി കൊടുത്തേക്കുക. നിങ്ങൾക്ക് എന്തു നാരത്തിലും നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് ഭക്തിപ്പാട്ട് പാടി ഭക്തിഗാനം പാടി രേണുസുതി. ഭക്തിഗാനാണോ? വെറുപ്പല്ലേ കാണിച്ചത് അവള്? അത്രക്കും ഇതല്ലേ? ഞാൻ അവിടേക്ക് എത്തുന്നില്ല. ഇപ്പൊ നമുക്ക് ഇത് നോക്കുക. അത് ആ ഓർമ്മ എന്താ പേര് പറഞ്ഞതാ. നല്ല മെഴുകക്കം, അടിപൊളി മെഴുകക്കം.
കിളിക്കാതെ റിയാക്ട് ചെയ്യുമെങ്കിൽ അത് ചെയ്യും. അല്ലാതെ ഒരു കാര്യം പറയും മെഴുകക്കെന്ന് പറയല്ലേ, ഒന്നും പറയാനില്ലെങ്കിൽ മെഴുകക്കെന്ന് പറയല്ലേ. അത് നിന്റെ കാര്യത്തിൽ നീ പോയി നിന്റെ വീടെടുത്ത് ഇങ്ങനെ കണ്ടാൽ നിനക്ക് വ്യക്തമായി മനസ്സിലാവും എന്താണ് മെഴുകക്കെന്ന്. നിന്റെ കയ്യിൽ എപ്പോഴും ഒരാളെക്കുറിച്ച്, പ്രത്യേകിച്ച് അച്ഛനെ കുറിച്ച് ഇരിക്കുമ്പം ഒരു കയ്യിൽ കുരിശും ഒരു കയ്യിൽ മറ്റേ വയസ്സ് മേടിക്കുന്ന ബ്രഷും പിടിച്ചു ഇരുന്നോടി. അപ്പം പിന്നെ എല്ലാവർക്കും മനസ്സിലാവും അതാണ്. പിന്നെ ആർക്കും ഒന്ന് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഉത്തരം ഇല്ലെങ്കിൽ മെഴുകക്കെന്ന്. കേസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സംശയം ഉണ്ടാകണ്ട. അതേടാ നാവ് വെച്ച് പറഞ്ഞത് നീ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കടാ. നീ കൊണ്ട് ചെന്ന് വെച്ചുകൊടു, നാവ് വെച്ച് കൊടു. എനിക്ക് അതിനോട് താല്പര്യമില്ല കേട്ടാടാ. എത്ര വർത്താനാണ് ഈ പറയണത്? ഇങ്ങനത്തെ വർത്താനം ഈ പറയോ? ഞാനൊരു കാര്യം പറഞ്ഞില്ല, നിനക്ക് ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുപോലെ സിറ്റുവേഷൻ ഉണ്ടാകുമ്പം അവൻ നാവും കൊണ്ട് വരുന്നുണ്ടെങ്കിൽ നീ വെച്ചു കൊടുക്കാൻ നിന്നെടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും അതുപോലെയാണെന്ന് നീ വിചാരിക്കരുത്. മനസ്സിലായല്ലോ? നിന്റെ അടുത്തേക്ക് നാവും കൊണ്ട് വരുന്നവരുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ നീ വെച്ചും കൊടുക്കാൻ നിൽക്കുന്നുണ്ടായിരിക്കും. എല്ലാവരും അതുപോലെയാണെന്ന് വിചാരിക്കരുത് കേട്ടോ. വായ കക്കൂസാക്കിക്കോ, പക്ഷെ പഞ്ചായത്ത് കക്കൂസാക്കല്ലേ. റിയാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് ഖണ്ഡിക്കാൻ വല്ല വാക്കുണ്ടെങ്കിൽ അത് സംസാരിക്കുക, അല്ല തെമ്മാടിത്തരം പറയല്ലേ. പോകും കേട്ടോ. തരം മുട്ടുമ്പോ കൊഞ്ഞനെ കുത്തിക്കോ. എന്നോട് അന്ന് നിന്റെ വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ കഫീലിൻ്റെ മക്കള് പറഞ്ഞ് എന്താ മുഖം എങ്ങനെയാന്ന് ചോദിച്ച്, ഞാനൊരു പെണ്ണിൻ്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത് അതിൻ്റെ മുഖം നോക്കി ഇങ്ങനെ സംസാരിച്ച് അവിടുന്ന് അതിൻ്റെ റിയാക്ട് ഇങ്ങോട്ട് അതിൻ്റെ ആ മുഖത്ത് നോക്കി അതിൻ്റെ റിയാക്ഷനാണെന്ന് പറഞ്ഞു ഞാൻ. മനസ്സിലായില്ലേ? എന്നിട്ട് മാറിയാവോ നോക്കിയിട്ടില്ല, ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാ നിന്റെ മുഖത്ത് നിന്ന് ഇങ്ങോട്ട് കിട്ടിയ ഇതാണത്, കഴുകണം. പോയാവോ? ഇതിനും നല്ലത് കുറച്ച് വൈറ്റ്സ്മെനുമായി കൊണ്ടുപോയിട്ട് അച്ഛനെ നിർത്തിയിട്ട് അങ്ങ് 2-3 ഫോട്ടോ കടിച്ചേക്ക് എന്നിട്ട് പ്രൈമർ കയറ്റിപ്പോ. ഇപ്പൊ നീ പറഞ്ഞില്ലേ ആ വ്യക്തി എടുത്തിയെന്ന് പറ പ്രൈമറും കയറ്റി അടിച്ച് പുതുക്കി വെക്കാൻ. ഇവരെല്ലാരും ചെയ്തോണ്ടിരുന്നത് അങ്ങനെയാ. പെട്ടെന്ന് എന്താണ് ഒരു ഉൾട്ട എല്ലാത്തിനും വന്നത്? അത് നീ ചോദിക്കണം. നിന്റെ ഈ പോലെ സംസാരത്തിന് റിപ്ലൈ ഇതാ എനിക്ക് അറിയാനിട്ടല്ല. പക്ഷെ ഞാൻ ഇമ്മയിലെ വർത്തമാനം പറഞ്ഞാണ്ടല്ലോ, പിന്നെ ഈ നമുക്ക് ലിമിറ്റ് ഉണ്ടാവും, പക്ഷെ ആരുടെ ലിമിറ്റ് അങ്ങനെയൊന്നുമല്ല. എന്നെ പോലത്തെ പെണ്ണുങ്ങൾ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാലോണം സംസാരിക്കും. നമ്മളിത് കാണുന്ന കുറേ ആൾക്കാർ വേറെ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. നമുക്കത് തരില്ല. ഈ സംസാരിച്ചുകൊണ്ട് എൻ്റെ ഏജിൽ കേട്ടോ. പിന്നെ ഒരു കാര്യം പറഞ്ഞില്ല, ഇതിന് മുന്നേ ഞാൻ പറഞ്ഞേക്കണേ, നിങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട് പണികളും പറഞ്ഞെങ്ങാണ്ട് ഒരാളെ കുറ്റപ്പെടാൻ നിൽക്കണ്ട. പിന്നെ ഒരാൾ പണ്ട് എങ്ങനെയാണ്, ഇതിന് മുന്നേ എങ്ങനെയാണ്, നിങ്ങൾക്കൊന്നുമല്ല. ഇതിൻ്റെ മൂല കാരണം എന്ന് പറഞ്ഞാൽ ഒരു കുരുപ്പെണ്ണിൻ്റെ പേര് എനിക്കറിയില്ല. ഒരു കറുത്തൊരു ചങ്ങായിൻ്റെ ഒപ്പം ഇരുന്നിങ്ങാണ്ട്, കറുപ്പ് എന്ന് പറഞ്ഞാൽ കളിയാക്കുന്നില്ല, അവൻ്റെ പേര് എനിക്കറിയില്ല. ഒപ്പം ഇരുന്നിങ്ങാണ്ട് വേറൊരു പെണ്ണ് ഇരുന്നിങ്ങാണ്ട് ഒരിതുണ്ട്. അതും മറ്റേ വേറൊരു പെണ്ണുണ്ട് ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഓസ്ട്രേലിയ മലയാളി കുരുപ്പിടിച്ച് അത് തിരുത്താന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഇങ്ങനെ വിചാരിച്ചു ഇന്ന് ഇവരിപ്പോൾ നല്ല വർത്തമാനം പറയും. അതിലും വലിയ തെറി ഇവർ പറയാം. അവരൊക്കെ ഇവിടെ കൂടി നിന്നിങ്ങാണ്ട് നിങ്ങൾ കമ്പനി ആയിങ്ങാണ്ട് നിൽക്കുന്ന ആൾക്കാർ. അവരോ ഗൊജ് രാജ ഫ്രോഡ്. അതിൻ്റെ അപ്പുറം നിങ്ങളുടെ കൂട്ടുകെട്ട് അവരൊക്കെ അല്ലേ. അപ്പോൾ ആ ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പം ആർക്കാണ് ക്വാളിറ്റി നോക്ക്. നിങ്ങളുടെ ക്വാളിറ്റി എന്താണെന്ന് നീ കുറ്റപ്പെടുത്തി പറഞ്ഞ അവരുടെ ക്വാളിറ്റി എന്താണെന്ന് നോക്ക്. അത് പറയുമ്പോൾ പഴയ എന്തെങ്കിലും എടുത്തിങ്ങാണ്ട് വന്നിങ്ങാണ്ട് പറഞ്ഞിങ്ങാണ്ട് മറ്റേ ഡയലോഗ് അടിക്കാൻ നിൽക്കല്ലേ കേട്ടോ. പ്രസൻറ്റിൽ എന്താണ് നിങ്ങളെന്താണ് നോക്കുക, അവരെന്താ നോക്ക് കേട്ടോ. എനിക്ക് പഴയത് ചോദിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുതിയതോടെ ഇങ്ങനെ കാണാനും റിയാക്ട് ചെയ്യാനുണ്ടാകുമ്പം പഴയത് പോയി ചോദിച്ചുകൊണ്ടൊരു ആവശ്യം എനിക്കില്ല. അവരെ ഞാൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, അവർ സൂപ്പറാണ്, അവരുടെ വീഡിയോ ഒക്കെ. അല്ലെങ്കിൽ അവർ ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ഒരാളും അറസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്തില്ല, ഒരാളും പോയില്ല. അവൻ ഇറങ്ങിയപ്പോഴാണ് എല്ലാം റിയാക്ട് ചെയ്തത്. ആര്? സന്ദീപ്. പക്ഷെ അവർ പോയി കേട്ടോ. നിങ്ങളൊക്കെ നിങ്ങളുടെ കണ്ണാക്ക് അടിച്ചെന്നില്ലേ, വലിയ വർത്താനം പറയാൻ നിൽക്കില്ല കേട്ടോ. അല്ലെങ്കിൽ സ്പ്രേ കൊണ്ട് അടിച്ചോളൂ. വെളുത്തത് തിളങ്ങണേ, രാത്രി തിളങ്ങണം.
പോടാ. പൊക്കോളാം, ഞാൻ പോകാം. ഇതിന്റെ ഇടയിൽ അല്ലേ പോകാം, കഴിയട്ടെ. നീയൊക്കെ ആരാ? നീയൊക്കെ ഇതിനകത്ത് PhD എടുത്തിട്ടാണോ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത്? പൊട്ടത്തിലാണെങ്കിൽ നീയൊക്കെ എന്തിനാണ് നമ്മളെ അടുത്ത് റിയാക്ട് ചെയ്തത്? പൊട്ടത്തിലാണ്, അത് പൊട്ടത്തിലാണെന്ന് പറഞ്ഞാൽ PhD എടുത്തല്ല ഞാൻ വന്നിക്കണത് എന്ന് വെച്ചും കണ്ട് പൊട്ടത്തിരം കണ്ട പൊട്ടത്തിലാണ് പറയണ്ടേ? പൊട്ടത്തിയെ ചെത്തി പറയണത് അപ്പൊ പൊട്ടത്തിലാണ് കണ്ട പൊട്ടത്തിലാണ് പറയും. മനസ്സിലായില്ലേ? പറഞ്ഞിട്ടല്ലേ പറയണത് പൊട്ടത്തിലാണെന്ന്. ഇപ്പൊ ഇതിന്റെ വീഡിയോ ഫുള്ളും കാണാനല്ലേ റിയാക്ട് ചെയ്ത്. അത് ഞാൻ ഈ നുണ പറയല്ല എന്ന് പറഞ്ഞും കണ്ടല്ലേ ഇപ്പം ഈ സമാധാനമായി പറഞ്ഞത്. നോണ തന്നെയല്ലേ പറഞ്ഞത്. ഞാൻ എൻ്റെ വർത്തമാനങ്ങളൊക്കെ വേറെ ഞാൻ പറഞ്ഞു കേട്ടോ. എനിക്ക് ശരിക്കും അറിയില്ല. അത് പറ്റത്തില്ല. അപ്പൊ കണ്ടന്റ് വേണം. അത് പൊട്ടത്തരായാലും കുഴപ്പമില്ല അല്ലേ? കണ്ടന്റ് അല്ല പടച്ചറബേ, എന്റെ കണ്ടന്റ് അങ്ങ് എടുത്ത് കാണിച്ച് കണ്ടന്റ് വേണ്ട. ഞാൻ നമ്മുടെ ചെറുക്കന് വാണ്ടിക്കാണ്ട് സംസാരിച്ചതാണ് കേട്ടോ. ആ ചെറുക്കൻ നിങ്ങൾ എന്താ കാട്ടി? നിങ്ങൾ പോയിങ്ങാണ്ട് മറ്റേ ഇതിന് എന്തിനാണ് കലാപഹാരത്തിന് കേസ് എടുത്തല്ലേ? എന്ത് കിണ്ടിക്ക് എന്ത് തേങ്ങ കാണിച്ചത്? ഓൻ ഏതോ പേരും പറഞ്ഞ് ഏതോ ഒരു കഥ പറഞ്ഞിട്ട് ഇന്നെക്കൊണ്ട് ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേട്ടോ, കണ്ണടച്ചിട്ടൊക്കെ നിൽക്കുന്നത് കേട്ടോ. നിങ്ങൾ വെളുപ്പിച്ചോളി, നിങ്ങൾ വെളുത്തോളി, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ എങ്ങനെ വെളുപ്പിച്ചാൽ നോക്കിയാലും അവർ വെളുക്കോ ഇല്ലെന്ന് പിന്നത്തെ കാര്യം. പക്ഷെ നമ്മളെ ചെറുക്കനെ മോശക്കാരനാക്കിങ്ങാണ്ട് നിങ്ങൾ വെളുപ്പിക്കാൻ നിൽക്കണ്ട. ഓനെ വീഡിയോ തുടങ്ങി അന്നൊട്ടെങ്ങാണ് ഞാൻ അവൻ്റെ വീഡിയോ കാണുന്നുണ്ട്. ഒരു വിഷയത്തിൽ ഓനെ കുറ്റപ്പെടുത്തൽ ഒരു ടോപ്പിക്കിൽ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചോണ്ടാ, അല്ലെങ്കിൽ മാറ്റി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കാണിച്ചോണ്ടാ. ഓൻ്റെ അടുത്ത് ഉണ്ടാവില്ല. നമുക്ക് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് മുസ്ലിമിലാറുണ്ട്, കുരുപ്പിടിച്ച് ഞാൻ കാണിച്ചു. മുസ്ലിമിലെ സോറി കേട്ടോ. ഓൻ പറയും എൻ്റെ അടുത്ത് പറയുമ്പോൾ എല്ലാവർക്കും അങ്ങനെ വയ്ക്കൂല. പക്ഷെ ഓൻ പറയും എപ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ്, കഥ പറഞ്ഞാൽ എന്താണ്, ഇല്ലെങ്കിൽ ഇത് മാറ്റി പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ അതിൽ സത്യം അല്ലെങ്കിൽ മാറ്റി പറയാതെ ഞാൻ കണ്ടിട്ട് ചങ്ങായിയാണ് ആര്? സന്ദീപ്. മനസ്സിലായില്ലേ? ഈ ഇതാക്കാൻ നിൽക്കില്ല കേട്ടോ. നിങ്ങളുണ്ടല്ലോ അത് ആളുകളുടെ ഇത് വെച്ചിട്ടാണ്, ക്യാരക്ടർ വെച്ചിട്ടാണ്. മനസ്സിലായില്ലേ? അത് അങ്ങനെയാണ്. അത് ചില ആളുകള് അങ്ങനെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് അത് ആൾക്കാരുടെ സ്വഭാവം അത് അങ്ങനെയാണ്. അത് കിട്ടുന്നില്ല അത് പറയാനേ. നമ്മൾ പറയൂലേ, അതാണ് അന്റെ കാര്യത്തിലൊന്നും അത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കട്ടെ. ഇതെനിക്ക് ഇതെങ്ങനെ സംഭവം എനിക്ക് അറിയില്ല, പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. ഇതെങ്ങനെ കട്ട് ചെയ്താൽ ഇതിൽ ഈ വീഡിയോ എൻ്റെ ഇതിൽ വീഡിയോ അതൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ഇവരുടെ വീഡിയോ ഇങ്ങനെ കാണിച്ച് ഇത് ഇങ്ങനെ അത് എനിക്ക് കട്ട് ചെയ്ത് ഒന്നും നടക്കുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വോയിസ് നിങ്ങൾ കേട്ടതിന് ഇടയിൽ കയറി വരും. ഇതിങ്ങനെ ഇവർ കാണിക്കുന്നത് വോയിസ് ഓവർ വരുന്നുണ്ട്. അത് നിങ്ങളൊന്ന് സഹിക്കട്ടോ. ചിന്തിക്കണ്ട, മാർക്കിട്ടു, സീറോ വെച്ചു, ബാക്കിയുള്ളതൊക്കെ ആണോ അല്ലയോ അന്വേഷിക്കണം. നിന്റെ കാര്യം അന്വേഷിക്കണം. അത് ശരിയാടാ, നിന്റെ വീട്ടിലുള്ളവളല്ലേ എന്നെ കൊണ്ട് നടന്നത്, മനസ്സിലായാടാ? നിന്റെ പുറകിൽ തന്നെ നടന്നത് നീ അല്ലേ എന്റെ ഗാർഡിയൻ. പോടാ അജ്ജി ആശയം മുട്ടുമ്പം വീട്ടുകാരെ പറയുന്നത് ഊളയാണോ ഈ? അത്രേ ഉള്ളൂ ചേച്ചി. എനിക്ക് ഞാൻ ഈ വേറെ പൈല്ല ചോദിച്ചോ. എനിക്ക് ഇന്നെ അറിയാം. ഇന്നേ എൻ്റെ പിറകെ ഞാനൊക്കെ നടക്കും അനക്ക് ജിന്നെ ഇങ്ങനെ കൊച്ചാക്കല്ല കേട്ടോ. അനക്ക് അറിയില്ലെന്നെ. ഇങ്ങനൊന്നും പറയല്ല കേട്ടോ. മുട്ടുമ്പം അത് ഉത്തരം മുട്ടുമ്പോൾ വീട്ടുകാരെ വിളിക്കുന്ന വർത്താനം അതൊന്നും പാടില്ല കേട്ടോ. ഞാൻ ഉപദേശിക്കണം, വേണമെങ്കിൽ എടുത്താൽ മതി. അവനവൻ്റെ ക്യാരക്ടറാണ് താഴെ പോകുക. എനിക്ക് തിരിച്ചെൻ്റെ വീട്ടുകാരെയോ അന്നയോ പറയാൻ അറിയിട്ടൊന്നുമല്ല. എത്തിനാ വെറുതെ പറയുന്നു ഈജന്റെ നാജ് സ്വയം നാറുന്നവിടെ നിങ്ങാണ്ട് നാറവിടെ നിങ്ങാണ്ട്. സന്ദീപിനെ ഒരു യൂട്യൂബറെ പിടിച്ചു, ഇനി ആദ്യ യൂട്യൂബറെ പിടിച്ചു, ഇനിയും പിടിക്കും എന്നൊക്കെ പറഞ്ഞ കുറെ പോസ്റ്റ് ഇറങ്ങുന്നുണ്ട്. വായിച്ചിട്ട് നിങ്ങൾ എന്തോരം പോസ്റ്റ് വന്ന് പിറ്റേന്ന് അങ്ങോട്ട് എന്തോരം പോസ്റ്റുകളാണ് വന്നത്. അവർ ഒരുക്കി വെച്ചേക്കുന്നു. അതങ്ങനെ ടൈമറും വെച്ച് നിൽക്കുക. അങ്ങനെ വരുമായിരുന്നു പോസ്റ്റ്. ആദ്യം ഇവർക്ക് വോയിസ് ഓവർ വീഡിയോ ചെയ്തായിരുന്നു ഇവളും രേണുസുധീൻ. അത് കഴിഞ്ഞെങ്ങാണ്ട് അത് ഭയങ്കര പൊളിഞ്ഞു പോയപ്പം ഇവർ എന്താക്കി, എഴുതി വിടാൻ തുടങ്ങി. ഇപ്പോൾ എഴുതിയൊന്നുമല്ല വിടുന്നത്. ഇപ്പം പഴയ വീഡിയോ എടുത്ത് പുതിയ വീഡിയോക്ക് പഴയ വോയിസ് ഓവർ കൊടുക്കുക. അതിന് ഫുള്ള് ഫ്രോഡ് തരം.
നിങ്ങളാണ് ആ പെണ്ണിനെ ഇങ്ങനെ പറയിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ കൂടി കണ്ട് പൊള്ള് പ്ലാൻ ഇട്ടുകാണ്ട് ചുറ്റിരുന്നുകാണ്ട് രേണു നമുക്ക് ഇന്ന് ഇത് ഇങ്ങനെ അയാളത് ഇങ്ങനെ നിങ്ങളങ്ങനെ ആക്കിക്കോളി, ആക്കേണ്ടതല്ല. എന്തിനാ വേറെ ഏതെങ്കിലും നിങ്ങൾ ഈ കുരുട്ടുബുദ്ധി ചിന്തിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ വല്ല കണ്ടന്റ് ചിന്തിച്ചിങ്ങാണ്ട് ചെയ്ത് നോക്കി. ഇന്ന് അതൊക്കെ ഭീകര ഹിറ്റായി കണ്ട് ആ പെണ്ണിന് എന്തോരം വ്യൂവർഷിപ്പ് കിട്ടും, എന്തോരം ഇത് കിട്ടും. മറ്റേ മലബാറൻ വ്ളോഗോ അങ്ങനെ അവരൊക്കെ ഉണ്ട്. അതുപോലെ വീട്ടിലിരുന്ന് കണ്ട് വല്ല കോമഡി ആയിട്ടുള്ള അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി. ആൾക്കാരും ഉണ്ട്. അവരെ ചേച്ചിയുണ്ട് ഈ ചെറിയ ടെലിഫിലിമല്ലേ ഈ കരിക്കൊക്കെ പോലെ 5 മിനിറ്റ് 6 മിനിറ്റ് ചെയ്ത് നോക്കി. അതൊക്കെ ഒരു ഹോപ്പല്ല. അതല്ല അന്ന് കിച്ചു പറഞ്ഞത്. നിങ്ങളൊരു ഫെയിമാണ്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം. നിങ്ങൾ ആളുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുന്ന എത്ര ആൾക്കാർ നിങ്ങൾക്ക് കിട്ടും ഇല്ലേ? അതൊന്നും ചെയ്യാതെ കുരുട്ടുബുദ്ധി കൂടെ വന്നിങ്ങാണ്ട് കുരുപ്പിടിച്ച് ആ പെണ്ണിനെ പ്രാക്ക് വാങ്ങിക്കൊടുക്കുക. ബരോനെ കേൾക്കണം, നീയും പ്രാക്ക് വാങ്ങിയല്ലേ ചെയ്യണത് അല്ലേ? ഈ ഒരു അസുഖം ഉണ്ടായിക്കൊണ്ട് ഈ പ്രാക്ക് വാങ്ങാൻ പാടുണ്ടോ? എന്തോരം സ്നേഹിക്കുന്ന ആൾക്കാർ പ്രാകുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ട് അപ്പോൾ കമൻറ്റ്. ചത്തുപോയാൽ മതി എൻ്റെ കമൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ എത്ര വെറുപ്പ്, ആ വെറുപ്പ് സമ്പാദിക്കണോ? 10 ആൾക്കാർ നിന്നെ സ്നേഹിക്കുന്നത് പറയുന്നുണ്ടെങ്കിൽ അതിൽ 5 ആൾക്കാരും മനസ്സുകൊണ്ടല്ല സ്നേഹിക്കുന്നത്, നിന്റെ രോഗം കൊണ്ടാണ്. ബാക്കി 5 ആൾക്കാർ എന്നെ സ്നേഹിക്കണമെന്നുണ്ടാവില്ല ഈ കാരം. ഒരിങ്ങനെ കുഴപ്പമില്ല അങ്ങനെ ഈ കാരം. ആദ്യത്തിന് 2-3 ആൾക്കാരാണ് നിന്നെ സ്നേഹിക്കുന്നത്. ഒരു പക്ഷെ നിന്റെ ഹൃദയപ്പനായിരിക്കും നിന്നെ ആകെ സ്നേഹിക്കുന്ന വ്യക്തി. മനസ്സിലാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ പൈസ ആയിരിക്കും വേണ്ടത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നോക്ക്. പോയോ അതെന്തേ? ആത്മസംതൃപ്തി അറിഞ്ഞുകൊണ്ട് ഇതൊക്കെ നടന്നിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചോളി കേട്ടോ. ഇരുന്ന് മെഴുകാൻ വരല്ലേ. നീ നിന്റെ പാടുന്നെങ്കിൽ പോയടാ. നിന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് അഴുക ഞാൻ മെഴുകാൻ വരുന്നത്. ഞാൻ എന്റെ വീട്ടില് എന്റെ മൊബൈലിൽ എന്റെ എന്റെ ഇത് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ മെഴുകും. നീ ഇപ്പൊ മെഴുകി ഒഴുകും അറിയുന്നത് ആരാ? സ്ഥലമൊന്നുമില്ല അനക്ക് മെഴുകാൻ. സ്ഥലം ഉണ്ടെങ്കിലും അനക്ക് മെഴുകിയിരിക്കാൻ തരൂല്ല ഞാൻ കേട്ടോ. അതിനൊക്കെ ആളുണ്ട്, മനസ്സിലായില്ലേ? നീ അവിടെ എന്താ പറയാ മറ്റേ റൂമിലല്ലേ കട്ടിലൊക്കെ അല്ലേ അവിടെയൊക്കെ പോയിരുന്നിങ്ങാണ്ട് മെഴുകി പാവരിച്ചിങ്ങാണ്ട് എൻ്റെ നെഞ്ഞത്ത് ഇപ്പം തരാനൊക്കെ ഞാൻ ഈ നെഞ്ഞ് അടച്ചോന്നെ പ്രൈസ്ലെസ്സാണിത്. ഓടുന്നു ഇനി അടുത്ത ആൾ ആരുണ്ടെങ്കിൽ അത് കൊടുക്കാൻ ബില്ലിംഗ് ആയിട്ടുള്ള ആള് വന്നാൽ അവര് കൊടുക്കും കേസ്. ഇതുപോലെ തന്നെ നടക്കുകയും ചെയ്യും. അതിന് നീ മെഴുകി ഒഴുക. കേസ് കൊടുത്തോളി. അതിന് കേസ് കൊടുക്കണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? നമ്മളൊരാളെ പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ട് നിങ്ങളിത് കേസ് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങളിത് ഒരു അഭിപ്രായം പറയാനോ ഒരു വിഷയം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്നെ പറഞ്ഞേ. ഒരു മിനിറ്റ് കേട്ടോ, എവിടെ സംഭവം? എവിടെയത്? അല്ലെ ഇതൊക്കെ മറ്റേ കോക്കളൻ്റെ മാരിയൊക്കെ സെറ്റാക്കി വെക്കണം. ഞാൻ വെറുതെ നിൽക്കുമായിരുന്നു. ഞാൻ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതാണ് അവരോട്. അവരിപ്പോൾ എന്നെ പിടിച്ച് എന്താണ് വലിച്ചു കയറുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളിത് മനസ്സിലാക്കണം. ഒരു കേട്ടോ ബാക്കി കേട്ടിട്ട് കാര്യമൊന്നുമില്ല. സാധാരണ ഈ യൂട്യൂബിലൊക്കെ വരുന്ന കേസുകൾ കൊടുത്താൽ ഇന്ന ദിവസം സ്റ്റേഷനിൽ ഹാജരാവണമെന്ന് പറയും. അത് നമ്മൾ പോയ ഹാജരാവും. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇത് വീട്ടിൽ ചെന്ന് പൊക്കിയില്ലേ? അപ്പൊ ആ കൊടുത്ത ആൾക്ക് അത്ര സോഴ്സ് ഉള്ളതുകൊണ്ടല്ലേ. വീട്ടിൽ ചെന്ന് പൊക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ പബ്ലിക് സർവൻ്റ് ആണ്. അയാളൊരു മതപുരോഹിതനാണ്. അയാൾ വേഷം കൊണ്ടൊക്കെ പുരോഹിതനാണ്. അയാൾ ഒരു കുറച്ച് ഇപ്പം ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എടാ നാളെ അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ നാളെ കൊണ്ടുപോയിട്ടെന്ന് പറഞ്ഞാൽ ഓക്കെ സർ എന്ന് പറഞ്ഞിരിക്കും. പക്ഷെ അവരല്ല ഇപ്പോൾ കൊണ്ടുവരുന്ന വാശി പിടിച്ചു കഴിഞ്ഞാൽ പോലീസുകാർക്ക് വേറെ വഴിയില്ല. അല്ലാതെ അവനെ കൊണ്ട് പൊക്കി വാഴാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല അവൻ പൊക്കിക്കൊണ്ടുവരുന്ന വാഴക്കൊലയോ ഓക്കെ അവർ നാളെ കൊണ്ടുവന്ന മതി അങ്ങനെ പറഞ്ഞതാണ്, പോകുന്ന മതി പറഞ്ഞാണ്. പിന്നെയാണ് എന്തായത് അവർ വന്ന് കൊണ്ടുപോയത്. അപ്പം നിങ്ങളെ നിർബന്ധ ബുദ്ധിക്ക് സംഭവിച്ചതല്ലേ. അതിനിപ്പോൾ അവരെന്ത് ചെയ്യാൻ പറ്റും? പോലീസുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല നിങ്ങൾ കേസ് കൊടുത്തു വാടാ സന്ദീപനെ പൊക്കാൻ നിൽക്കുന്നു പറഞ്ഞ പാൻറ് പൊന്നിച്ചിറങ്ങിയല്ല അവർ നാളെ വന്നാൽ എന്ന് പറഞ്ഞാണ് സ്റ്റേഷനിലേക്ക്. അത് അങ്ങനെ നാളെ വന്നാൽ നിങ്ങളുടെ പറഞ്ഞത്. അതിൽ അവൻ അറിയുന്ന പോലീസുകാരനായിരുന്നു. പിന്നെയാണ് ഇത് മാറിയത്. എന്തുകൊണ്ട് എങ്ങനെ മാറി? ആടെ നിന്ന് കരഞ്ഞിക്കോ അല്ല പറ്റൂല ഇപ്പം തന്നെ കൊണ്ടിട്ടോ ഇത് പറ്റൂല അവൻ എന്നെ പറ്റൂ. ആ കുരിശും പിടിച്ചുകൊണ്ട് ഈ പിടുത്തം പിടിച്ചുകൊണ്ട് നിന്നേക്കും ചുണ്ടും ചോപ്പിച്ച്
ഒന്നുമില്ല. അയാൾ ഉദ്ദേശിച്ച എന്താണ് അത് നടന്നത്. അയാൾ ഈ കേസ് കൊടുക്കുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ല തൂക്കിക്കൊല്ലണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം മറിച്ച് ചെയ്യണം എന്നൊന്നുമില്ല. അദ്ദേഹത്തിന് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിനെതിരെ അലിഗേഷൻ ഇട്ടിരിക്കുന്ന വീഡിയോസ് റിമൂവ് ചെയ്ത് കളയുക, അത് മാത്രമേ ഉള്ളൂ. അതിൽ അദ്ദേഹം വിജയിച്ചില്ല. എന്ത് വിജയം? വിജു പൊയ്ക്കാവുന്ന എന്റെ പണി വെക്കാണ്ട്. അത് കേസിലാണ്. കേസിൽ നിൽക്കുന്ന സംഭവത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല എന്നാണ്. അത് ഇനി വിധിയായി വരുമ്പോൾ സന്ദീപിന് അനുകൂലമായിട്ട് വിധി വന്നു കഴിഞ്ഞാൽ സന്ദീപ് അതിന്റെ ബാക്കി ഇഞ്ഞിടും. അത് ഇനി അഥവാ ഇനി അച്ഛനാണ് അനുകൂലമെങ്കിൽ അത് അവിടെ നിൽക്കുമോ ഒക്കെ ഈ പോസിബിലിറ്റിയേ ഉള്ളൂ. അല്ലാതെ ഇനി ഇവിടെ സന്ദീപ് എന്നെ കുറിച്ച് വീഡിയോ ഇടണ്ട എന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ കേസാണ്, ഇപ്പൊ റണ്ണിങ്ങിൽ നിൽക്കുന്ന സംഭവം സ്വാഭാവികമായിട്ടും അത് സ്റ്റോപ്പ് ചെയ്ത് വെക്കും. അതാണ് അതിന്റെ പ്രോസസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഠിച്ചോണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഒന്നും പഠിച്ച് എന്താ ചെയ്യാ? അത് പിന്നെന്തോ അവനെ തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞോണ്ടാണ് അതുകൊണ്ട് കേസ് കൊടുത്തേണ്ട. പോടെ പോയി തരത്തി പോയി കളിക്കടേ. തരത്തിൽ പോയി കളിക്കാന്നൊക്കെ പറഞ്ഞാലിപ്പോ നോക്കട്ടെ, പോകാതെ നിൽക്കും. ഇപ്പൊ പറഞ്ഞേക്കല്ലേ ഈ ഒരു കാര്യം പറയും ചെയ്യും. ഞാനിത് റിപ്ലൈ തരുന്നതിനൊക്കെ പോടാന്ന് പറഞ്ഞാൽ ഇത് നടക്കൂല. അവിടെ നിൽക്ക് തരത്തിലൊക്കെ പിന്നെ പോയി കളിക്കാം. എന്താ നമ്മൾ പറഞ്ഞെന്താണ് ഇവിടെ തൂക്കിക്കൊല്ലുന്ന കാര്യം? നിങ്ങൾക്ക് ഒരു ആലങ്കാരിക വാക്കാണ്. നിങ്ങൾ അത്ര സന്തോഷത്തിൽ നിങ്ങൾ അവനെ പിടിച്ചുകൊണ്ട് പോയി അടുത്ത് ക്യാപ്ഷനൊക്കെ ഇട്ട് തമ്പേനും കയറ്റി വെച്ചിങ്ങാണ്ട് കേട്ട നിൽക്കണേ നിങ്ങൾ അല്ലേ? അപ്പൊ ആ സന്തോഷത്തിന് അതിലൊരു ആലങ്കാരികമായിട്ട് പറഞ്ഞാണ് എത്ര വട്ടം ഇത് നിങ്ങളിത് മനസ്സിലാക്കുന്നില്ലേ? അത് നിങ്ങൾ തന്നെ പറയുന്നത് തൂക്കിക്കൊള്ളുന്ന കേസല്ല. അപ്പൊ ഇത് ആലങ്കാരിക വാക്കാണെന്ന് മനസ്സിലാക്കുന്ന സാമാന്യ ബോധം നിങ്ങൾക്കില്ലേ? വെറുതെ കേൾക്കണ്ട. നിന്റെ അടുത്ത് ആര് പറഞ്ഞ് കേൾക്കാൻ? ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ വന്ന് കേക്ക് എന്ന് പറഞ്ഞോണ്ട്. അപ്പൊ നീ ഒരു കാര്യം മനസ്സിലാക്കണം. സന്ദീപിനെ പിടിച്ചോണ്ട് പോയി തൂക്കിക്കൊല്ലുമെന്ന് വിചാരിച്ച് ഒരു നേരം പോലും ചിരിക്കാൻ പറ്റിയില്ല. ഇനി അടുത്ത ആൾക്കാർ ഇതേ കണക്കുള്ള വീഡിയോകൾ ഇട്ട അതിനെ ബാധിക്കപ്പെടുന്ന ഒരു കേസ് കൊടുക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത്, ഒറ്റ കാര്യം ചോദിക്കട്ടെ. ചെരുപ്പൂരി അടിക്കണം ആ അച്ഛനെ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ആര്യാനെ, നമ്മൾ സായി. ഇതിനും വലിയ കാര്യം പറഞ്ഞിട്ടത് എന്താ കേസ് കൊടുക്കാഞ്ഞത്? നിങ്ങൾ കേസ് കൊടുക്കാഞ്ഞത്? നിങ്ങളെന്താ പരാതി കൊടുക്കാഞ്ഞ്? നിങ്ങളെന്താ ഒറ്റ ദിവസത്തിനെങ്കിലും ഓനെ പിടിപ്പിക്കാഞ്ഞ്? എന്തേ കാരണം? നിങ്ങൾ സന്ദീപ് ഒരു വീഡിയോ ഔട്ട് ചെയ്തു, ആ ഓഡിയോ ഔട്ട് ചെയ്തു. ആ ഓഡിയോ ഔട്ട് ചെയ്ത് അടുത്ത ദിവസമല്ലേ ഇത് സംഭവിച്ചത്? അതിന് മുന്നേ 2-3 എപ്പിസോഡ് അങ്ങാണ്ടാവും വിട്ടിട്ടുണ്ട് തോന്നുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോഴൊന്നും ഇല്ലാത്തൊരു കുത്തിക്കടപ്പ് ഓൻ്റെ ഓഡിയോ ഔട്ട് ചെയ്തു ഷെഫീനാബിയുടെ അടുത്തുനിന്ന്. അവൻ ഔട്ട് ചെയ്തപ്പോൾ പിടിപ്പിച്ചില്ലേ? അപ്പം ഈ ദുബായ് കാന്താരി റെസ്റ്റോറൻറ്റ്, സജിന, നിങ്ങൾ, രേണു, പിന്നെ കുറേ ആണും പെണ്ണും കട്ടന്മാർ, അതായത് മറ്റേ ജാസിയുടെ കൂടെ 2-3 ചെറുക്കന്മാർ, ഈ ദുബായ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാവരും ഒരു മാലിന്യ മുത്തുകളല്ലേ? ഇതിൻ്റെ അപ്പുറത്തേക്ക് സംസാരിക്കാൻ തുടങ്ങിയാൽ ഇത് ആരും പറഞ്ഞു തന്നെ. ഇത് ഷെഫീനാബി പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്, ഒരു കഥ ഇല്ലാത്ത ഒരു ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററി കറക്റ്റ് ഇങ്ങനെ ഫോളോ ചെയ്ത് ഇങ്ങനെ കേട്ടാൽ ഇതിലേക്ക് വരുന്ന ഓരോരോ ആൾക്കാരെ നമുക്ക് മനസ്സിലാവും. ഓരോരുത്തരും ഇതിനൊക്കെ ലിങ്ക് ചെയ്യിക്കുന്ന ഒരേ ഒരു സ്ഥാപനം കാന്താരിയാണ് റെസ്റ്റോറൻറ്റ്. വലിയ വർത്താനം പറയാൻ നിൽക്കില്ല കേട്ടോ, വലിയ വർത്താനം. അച്ഛനൊക്കെ വലിച്ച് കീറപ്പെടാൻ പോണേ ഉള്ളൂ. അച്ഛൻ വലിച്ച് ഇവരെല്ലാവരും പേടിച്ച് നിൽക്കുമായിരിക്കും. അല്ലെങ്കിൽ ഈ കണ്ടന്റ് വന്ന് കിടക്കുന്നില്ല ഈ CJPൻ്റെ. അത് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു സജീന ഓർത്തോ, ഇത് വലിച്ച് കീറപ്പെടുന്ന ചെയ്യും. ആര് പിടിക്കും അതൊന്നുമല്ല. സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു വികാരിയുടെ വേഷം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാൾ എന്താണ് ഏതാണെന്നൊക്കെ അറിയപ്പെടും ആളുകൾ. എല്ലാ കാലത്തും ഒരു സംഭവം മറച്ചു വെക്കാൻ കഴിയൂല. നിന്റെ ഏതെങ്കിലും ഒരു മോശപ്പെട്ട രഹസ്യം, ഒരു നല്ല രഹസ്യം നീ ഈ കാലം വരെ മറച്ചു വെച്ച ഏതെങ്കിലും ഉണ്ടോ? ഒരാളതും ഉണ്ടാവില്ല. എവിടെയെങ്കിലുമൊക്കെ പൊട്ടിപ്പൊളി ആരെങ്കിലും ഒരാൾ അറിഞ്ഞിട്ടുണ്ടാവും. എല്ലായിടത്തും അങ്ങനെയാണ്, മനസ്സിലായില്ലേ? എൻ്റെ ഉണ്ടോ വെച്ച് വരാൻ നിൽക്കണ്ട. എനിക്ക് രഹസ്യങ്ങളേ ഇല്ല, നല്ലതുമില്ല ചീത്തയില്ല. എൻ്റെ ഒക്കെ പബ്ലിക്കാണ്. എൻ്റെ കൂട്ടുകാരനായാൽ മതി, എല്ലാ കൂട്ടുകാരായാൽ മതി, എന്നെക്കുറിച്ച് എല്ലതും അറിയും. മനസ്സിലായില്ലേ? എന്ന് വിചാരിച്ച കേസ് കൊടുക്കുക തന്നെ ചെയ്യും. എന്താ കൊടുത്താ കഴിക്കൂ? അപ്പൊ ഇപ്പോഴും ഈ ഒരു കാര്യം മനസ്സിലായല്ലോ. സ്വമേധയാ വിളിച്ച സ്റ്റേഷനിൽ വരേണ്ടുന്ന കാര്യമേ ഉള്ളായിരുന്നു. അപ്പൊ കൊടുത്ത ആൾക്ക് അത്രത്തോളം സോഴ്സും പവറും ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ.
കണ്ണോട് ചീട്ടാക്കല്ല എൻ്റെ പൊന്നാരൊക്കെ ഒരു പേടിയോ ഓല് പോയതാണ്. പോയപ്പം പോലീസുകാരൻ അവൻ്റെ കൂട്ടുകാരൻ അവരുടെ പരിചയമില്ല ആരോ ആണ് അവിടെ ആദ്യം ജോലി ചെയ്യുന്നത്. അപ്പം നാളെ വരാമെന്ന് പറഞ്ഞു, ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്നാണ് തീരുമാനം പറയുക. എന്തുകൊണ്ടെന്ന് സന്ദീപിന് അറിയില്ല. പക്ഷെ കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. സന്ദീപിന് മനസ്സിലായി കാണും അത് അയാൾ പ്രഷർ കൊടുത്ത് പറ്റൂല. കാരണം മേക്കപ്പ് ഇട്ട് ചുണ്ടും ചോപ്പിച്ചും കണ്ട് വന്നൊക്കെയല്ലേ വീഡിയോ കാര്യം കൊണ്ടും കണ്ട് അല്ലേ. ഇത് ഷൂട്ട് ചെയ്യണ്ടേ, പിന്നെ കൊണ്ടുവരുന്നത് ഷൂട്ട് ഇത് എല്ലാവരും തങ്കച്ചൻ ക്യാമറാമാൻ തങ്കച്ചൻ ചേട്ടൻ ലിപ്സ്റ്റിക്കും അത്തറും ഒക്കെ പൂശി നമ്മുടെ ഡയറക്ടർ കം പ്രൊഡ്യൂസർ നോബ്ലച്ചൻ ആരൊക്കെ ഇത് വന്നിക്കുന്നത്. പിറ്റേന്ന് റിലീസാക്കേണ്ട സംഭവമല്ലേ. അവിടെ നാളെ രാവിലെ വരുമെന്ന് പറഞ്ഞാൽ 7 മണിക്കൂറിൽ എപ്പോഴും നടക്കൂല പറഞ്ഞ് പിടിപ്പിച്ച പിന്നെ എന്ത് ചെയ്യും? ഇത് ആലോചിച്ച് നോക്കിയാ ഈ ബാക്കിയുള്ള പൊട്ടന്മാരാണോ? നിങ്ങൾ മാത്രമല്ല ഇവിടെ ഈ മന്ദബുദ്ധികൾ ചിക്കാണ്. ബാക്കിയുള്ള എല്ലാവരും ബുദ്ധി സോറി കേട്ടോ, അങ്ങനെയല്ല. നിങ്ങൾ മാത്രമല്ല ഇവിടെ ബുദ്ധിമുട്ടുകൾ ചിക്കാണ് അല്ല കേട്ടോ. ഇതും കൊണ്ട് വരും ഒരു വരി വേറെ രീതിക്ക് പറയാൻ വിചാരിച്ചു. പക്ഷെ അതവിടെ ഫ്ലോപ്പായി പോയി. നല്ല പോലെ വരും. ഓക്കെ, രാഖി രമാനം വീട്ടിൽ ചെന്ന് പൊക്കിക്കൊണ്ടുവന്നത് അദ്ദേഹം വിചാരിച്ച എന്താണ് അത് നടന്നു. പൊക്കാൻ ഓനെന്താ ഉപ്പും ചാക്ക് എന്തെങ്കിലും പൊക്കിക്കൊണ്ടുവരുന്ന ഒരു മനുഷ്യന് നടന്നാ വന്നിട്ടുണ്ട്. പോയി പണിയൊക്കെ വന്ന് വെറുതെ ഇങ്ങനെ. ഇതാണ് നിങ്ങൾ അത്രക്ക് ആഗ്രഹിച്ച് സന്തോഷിച്ചത്. ഇതുണ്ടല്ലോ, ഈ ഒരു ചിന്ത ഉണ്ടല്ലോ, അവനെ പിടിച്ചു, അവനെ 2-3 ദിവസം റിമാൻഡ് അതൊക്കെ ആ ഒരു സന്തോഷം നിങ്ങൾക്കുള്ളിൽ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്ന ആ വികാരത്തെയാണ് ഞങ്ങൾ തൂക്കിക്കൊല്ലാണ്ട് എന്ന് പറഞ്ഞൊരു ഉപയോഗിച്ചത്. അത് നിങ്ങൾ പൊട്ടത്തേക്ക് മനസ്സിലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? പിന്നെ ഈ കേസ് കൊടുക്കുമ്പോ ഒറ്റ ഡിമാൻഡ് ഇദ്ദേഹത്തിനുള്ളൂ. ഇദ്ദേഹത്തിന്റെ പേരിൽ വെച്ച് ചെയ്തിരിക്കുന്ന വീഡിയോസ് എല്ലാം റിമൂവ് ചെയ്യുക. ഇനി ഒരൊറ്റ വീഡിയോ ഇടരുത്. അതല്ലേ ഇപ്പൊ ഞാനൊരു പരാതി കൊടുത്ത ഇതാണ്. അത് നടന്നു കഴിഞ്ഞാൽ എനിക്ക് വേറെ വിഷയമില്ല. അത്രേ നടന്നുള്ളൂ. മെഴുകല്ലേ, മെഴുകി ഉഴുതു മറിക്കല്ലേ. ഇതിന് ഞാൻ റിപ്ലൈ തന്നു, മനസ്സിലായില്ലേ? ഇത് വിധി വന്നാൽ സന്ദീപ് അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി ഇടും. കാരണം ഇതിലൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ അവനിടും. അത്രേ ഉള്ളൂ. കുറെ എണ്ണം അവിടെ ഇവിടെയൊക്കെ കിടന്ന് കരഞ്ഞ് നിലവിളിക്കുന്നു, ഉഴുതു മറിക്കുന്നു. ഈ കേസ് കൊടുത്ത ആൾക്ക് എന്തായിരുന്നു ലക്ഷ്യം? അത് സാധിച്ചു. എൻ്റെ സംശയം ഇവർ വീഡിയോ ഇടുമ്പോൾ ചുറ്റിനും കണ്ണാടി ഉണ്ട് എന്നാണ്. ഇവർ മെഴുകുന്നതൊക്കെ ഇവരെന്നെ കണ്ടിട്ട് ഇവർക്ക് വിചാരിക്കേണ്ടത് അത് വേറെ ആരോ ആണ്. അല്ല, നിങ്ങളാണ് മെഴുകുന്നത്. നിങ്ങൾ മാത്രമാണ് മെഴുകിയത്. നിങ്ങളാണ് എന്തോ സംഭവിക്കും വെച്ച് ഒന്നും സംഭവിച്ചില്ല. പിന്നെ ഉള്ളത് കണ്ട് ഓണം പോലെ എന്നും പറഞ്ഞ് നിങ്ങളാണ് ചെയ്തത് കേട്ടോ. നിങ്ങൾ മാത്രമാണ് മെഴുകുന്നത്. ഞങ്ങൾ സന്ദീപിനെ സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ സന്ദീപിനെ വെളുപ്പിക്കാൻ പോയിട്ടില്ല. സന്ദീപ് ചെയ്ത കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. സന്ദീപ് ചെയ്ത കാര്യത്തിന് ഇത്രയും ഒരു സ്ഥലത്തൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത്രേ പറഞ്ഞുള്ളൂ കേട്ടോ. അതിനു വേണ്ടിയിട്ടാണല്ലോ ഇത്രയൊക്കെ ചെയ്തത്. അപ്പൊ മനസ്സിലായല്ലോ പോലെ. നിന്റെ പേര് ഞാൻ മറന്നു. എന്റെ പേരാണ് അംജിത്ത്. നീ ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ഒക്കെ മുഖമൊക്കെ ഒന്ന് കഴുകി ഒരു ഇച്ചിരി ഫ്രഷ് ആയിട്ടൊക്കെ വന്നിരുന്നോണ്ട് പറയും. ഈ ഉറക്കം തോന്നി ഇത് ഉപദേശമാണെങ്കിലും ആക്കലാണെങ്കിലും നമ്മൾ എടുത്തുക്കണേ. നമ്മളിത് ഒരു കാര്യം പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞുതരാം. ഇവരിനെ കളിയാക്കിയതായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് അവർക്കേ അറിയുള്ളൂ. കളിയാക്കിയതാണെങ്കിൽ അങ്ങനത്തെ കളിയാക്കൽ നമുക്കും വയ്ക്കും. നമുക്കത് ശീലമില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, നമ്മളിവിടെ രാവിലെ എണീച്ച് അങ്ങനെ മൊബൈൽ എടുത്തിട്ട് തോണ്ടി ഇങ്ങനെ കളിക്കുമ്പോൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആഹാ കൊള്ളാലോ. അപ്പോൾ നമുക്ക് അപ്പം തോന്നുന്നൊരു ഒരു കമൻ്റ് ഉണ്ട്. ഒരുപാട് തോന്നുന്ന ചിന്തകൾ, ഒരുപാട് കമൻറ്റ്. നമുക്കിത് കമൻ്റ് ആക്കിയിട്ടല്ലോ. അപ്പോൾ പണ്ട് കമൻ്റല്ലേ നമ്മൾ എഴുതുക. ആ കമൻറ്റിന് പറയാൻ എന്ത് കാട്ടും? വേഗം എടുക്കും ചീർപ്പ്, കിടന്നിടത്തുനിന്ന് മുടി ഇങ്ങനെ ഒന്ന് വാരും, എന്നിട്ട് നീറ്റ് ആദ്യം ഒന്ന് ചെരിഞ്ഞ് കിടന്നൊക്കെ എടുത്തിരുന്നത്. അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ ഒരു ചേച്ചി പറഞ്ഞു കിടന്ന് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതേപോലെ മുടി ഇങ്ങനെ വാർന്ന് ഇങ്ങനെ വെച്ച് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഉറക്കത്തിന് നീറ്റുകാരൻ എൻ്റെ അധികം വീഡിയോസ് ഉണ്ടാകല് ചിലപ്പോൾ അല്ലായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അത് അങ്ങനെ വരുള്ളൂ. ഞാൻ ഇവിടെ വന്നൊരു കല്യാണത്തിന് വന്നാണ്. ആകത ഒരു നിവർന്ന് കിടക്കാനുള്ള സ്ഥലം പോയില്ല. ഇത് ചുമര്, ഇതും ചുമര്, കേട്ടല്ലോ? അത്രേ ഉള്ളൂ. അവിടെ ഇരുന്ന് കിടന്നാണ് ഈ സംഭവം ചെയ്യണത്. അല്ലാതെ മുമ്പിൽ കുറേ പൊട്ടിയിട്ടിട്ട് കുറേ ബൾബ് ലൈറ്റും വെച്ച് അടിച്ചു കാണുന്നല്ല ഞാൻ ഇത് ചെയ്യണത് കേട്ടോ.
എന്നെ വിളിപ്പിച്ചിങ്ങാണ്ട് ഇനിയിപ്പോ അനക്ക് രണ്ടാം കിട്ടുന്നല്ലോ ഓടുന്നത് അതിരുന്ന് പറഞ്ഞ ഒരു രസമില്ല. തിരിച്ച് റിയാക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒന്നും ഇല്ല അതിനകത്ത്. ആദ്യം കണ്ടപ്പോ ഞാൻ വിചാരിച്ചാ എന്റെ വീഡിയോ എടുത്തിരിക്കും. മടച്ചോനായ റബ്ബേ, എന്തൊരു നോളച്ചിലേ, ഇത്രയും നേരെ ഇരുന്നിങ്ങാണ്ട് റിയാക്ട് ചെയ്തിങ്ങാണ്ട് റിപ്ലൈ ചെയ്യുന്നിങ്ങാണ്ട് ഇനി ഒന്നുമില്ലാന്ന്, ഇതിനൊന്നുമില്ലാന്ന് ഇല്ല ഇജ്ജ് പറഞ്ഞിട്ടുമില്ല. എന്താലേ, നിങ്ങളിത് കേൾക്കണം, നിങ്ങളിത് കാണണം, നിങ്ങളിത് ആലോചിച്ച് നോക്കി. എല്ലാം പറഞ്ഞിങ്ങാണ്ട് ഇതിലൊന്നും ഇല്ലാന്ന് മടച്ചറപ്പേ. ഇതിനകത്ത് എന്തെങ്കിലും കാണാൻ കൊടുക്കാനും ഞാൻ ഇട്ടത് തന്നെ തിരിച്ചിങ്ങോട്ട് ഇട്ടിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാ? അയ്യോ, അങ്ങനെയാണോ? നീ കള്ളം പറഞ്ഞുകൊണ്ടല്ലോ അടി കിട്ടും. അങ്ങനെയൊന്നുമല്ല, നീ പറഞ്ഞ ഒരു കാര്യത്തിന് അത് അങ്ങനെയല്ല ഇങ്ങനെയൊന്ന് പറഞ്ഞങ്ങാണ്ട് ഞാനിട്ട് ഞാൻ ഇവിടെ റിയാക്ട് ചെയ്തത് അവർക്ക് തിരിച്ച് റിപ്ലൈ കൊടുത്തേക്കല്ലേ. നിങ്ങൾ പറയണം കള്ളം പറയുന്നോ ഉണച്ചിപ്പാറു. പിന്നെ ഞാൻ എന്താ പണയുന്ന വെളുപ്പിച്ച് ആടാ വെളുക്കോ ഞങ്ങളെ നോക്കട്ടെ, വെളുപ്പിച്ച് നോക്കട്ടെ. ഇത്ര നാള് ഞാൻ ഒരു വട്ടം പറഞ്ഞു നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും, ഞാനിത് എഡിറ്റോ കാര്യമോ ഒന്നും ചെയ്യുന്നില്ല. നമ്മളിത് എന്താ പറയാ, ഇടയ്ക്ക് സംസാരം മുട്ടിപ്പോകുമ്പം ചിലപ്പോൾ സംസാരിക്കുമ്പം നമ്മൾ അത് ഓവർ ഹൈപ്പ് എന്ന് പറയുമ്പോൾ ഇതിന് പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ വരുമ്പം അതാണ് പിന്നെ എന്താ പറയാന്ന് ഞാൻ കാട്ടുന്നത്. അത് വിഴുങ്ങിപ്പോണാണ്. നമ്മൾ കുറച്ച് കഴിയട്ടെ എല്ലാം പറയും, എല്ലതും പറയാം. നമുക്കിത് പറയാന്ന് പറഞ്ഞാൽ നമ്മളിത് കാണുന്നുണ്ട്, നമ്മളെ വീട്ടുകാരെല്ലാവരും ഉണ്ട്. ആരെങ്കിലും കണ്ട പടച്ച റബ്ബേ സംയുക്തേ ഇങ്ങനെയൊക്കെ പറയാം എന്ന് ചോദിച്ചാൽ കഴിഞ്ഞില്ലേ. കുറെ കഴിയട്ടെ, നമ്മൾക്ക് കുറെ കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇത് മാറും. ഇത് മാറിക്കഴിഞ്ഞാൽ സംസാരിക്കുമായിരിക്കും മാറാതിരിക്കട്ടെ. നീ ബാക്കി പറഞ്ഞ എല്ലാരും വിളിപ്പിച്ചില്ലേ. ഇപ്പൊ എന്താ കർപ്പിക്കാൻ മുതിർന്ന് നിൽക്കുന്നത്? അതിന്റെ റീസൺ എന്താണ്? അത് നീ ഒന്ന് കണ്ടുപിടിച്ചിട്ട് വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ നിന്നെ അംഗീകരിക്കാം. ഓക്കെ. അപ്പം ഈ കേസിനെ പറ്റി അതിന്റെ നിയമപാലകര് പറഞ്ഞതൊന്നും നീ കേട്ടില്ലോ. അതെന്താണോ കേൾക്കാഞ്ഞേ? അപ്പൊ നീ കേട്ടില്ലെങ്കിൽ ഞാനൊരു ഇച്ചിരി ഭാഗം ഇവിടെ വെച്ച് തരാം. അയ്യോ വേണ്ട. നമ്മളെല്ലാം കേട്ടിക്കണേ. കേട്ടിനൊക്കെ റിപ്ലൈ നിൽക്കണേ. ഇജെന്താ അറിയോ, ഈ പറഞ്ഞ തന്നെ ഇൻഡയറക്റ്റ് ആയിങ്ങാണ്ട് പറഞ്ഞിങ്ങാണ്ട് വേറൊരു ഇതിന്റെ ബാക്കി വരുന്നുണ്ടാവും. അത് ഞങ്ങളെ അച്ഛൻ അത് ഇങ്ങനെ അത് നോബിൾ അച്ഛന് ഞങ്ങൾ അങ്ങനെ തമാശ ഞങ്ങൾ മാപ്പ് മറ്റ് എല്ലാം പുതിയൊരു കുപ്പി ഉണ്ടാക്കിയിട്ട് കുറെ കൊക്ക് പോലത്തെ കുപ്പി, കുറെ തടിച്ച കുപ്പി, ഇതൊക്കെ നിറച്ചുകൊണ്ട് ഒക്കെ തരുന്ന പച്ചവെള്ളേക്കാര പോയി പണിയൊക്കെ അവിടെ നിന്ന് തന്നെയാണ് ആ കേസ് കൊടുത്ത ആൾക്ക് വേണ്ടിയിരുന്നത്. ഓക്കെ, അത് സാധിച്ചിട്ടുണ്ട്. അപ്പം ആരാണ് മെഴുകുന്നത്, ആരാണ് ഉഴുതു മറിക്കുന്നത്, ആരാണ് വെള്ളപൂശാൻ വരുന്നത്, ആരെയാണ് വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ എങ്ങനെ ചിന്തിച്ചിട്ടും എനിക്ക് കിട്ടുന്നത് നിന്റെ പേരാണ്. ഞാൻ എന്താ ചെയ്യുന്നത്? നീയാണ് മെഴുകുന്നത്. ഇതിപ്പോ ആരോട് നമ്മളൊക്കെ പറഞ്ഞ്. അപ്പൊ ശരി, ഇതിന്റെ പ്രശ്നം എന്താ അറിയോ, ഞാൻ ഒരു അഞ്ച് മിനിറ്റിൽ ഞാൻ ഇതിനെ കുറിച്ച് സംഭവം പറഞ്ഞുതരാം കേട്ടോ. ഇനി ഇവിടുന്ന് അത് കളയാണ്. ഇനി ഇതിന്റെ ബാക്കി ഉണ്ടോ ഇല്ലെന്നും കൂടി എനിക്കറിയില്ല. ഞാനിത് ഇത്ര ഉള്ളത് പറഞ്ഞോണ്ട് ഞാൻ അത്ര നിർത്തുന്നത് കേട്ടോ. കൈ കടഞ്ഞു. ഇതിപ്പോൾ ഞാൻ ഒഴിവാക്കണം. എന്താ പറയാൻ വന്നത്, ഈ രേണുസിൻ്റെയും കിച്ചുവിൻ്റെയും കാര്യം തന്നെയാണ് ഇവർ ഇത് പറയാൻ വന്നത്. ഈ നോബിളച്ചൻ്റെ കാര്യം ഇത് 38 മിനിറ്റോ കുറച്ചുറപ്പേ. പിന്നെ പറയാം, ഇവരെന്തെങ്കിലും പറഞ്ഞാണെങ്കിൽ അപ്പോൾ പറഞ്ഞു തന്നെയാണ്. അത് നമുക്ക് ഒരു എന്താ പ്രശ്നം എന്നുള്ളതായിരിക്കും. അത് പിന്നെ എപ്പോഴെങ്കിലും സാഹചര്യം കിട്ടണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. പറയാതിരിക്കൊന്നുമില്ല. അത് ആരും പേടിച്ച് നിൽക്കൊന്നുമില്ല. ഇവർ പേടിച്ച് നിൽക്കാന്ന് വിചാരിച്ചാണ്ട് എന്തൊക്കെ ഇവർ കാണിച്ചു കൊടുത്തു. ഇവർ പറയുന്നത് ഇവർക്ക് എന്തൊക്കെ ഓപ്പുണ്ട്, ഇവർക്ക് എന്തൊക്കെ ചെയ്യാം. ഇവർക്കൊരു ഈ ടെലിഫിലിം പോലെ അല്ലെങ്കിൽ ഈ കരിക്ക് എന്ന് പറഞ്ഞ ഇപ്പോൾ 5 മിനിറ്റിൻ്റെ തമാശ വീഡിയോ ഒക്കെ ഉണ്ടാക്കി എന്തോരം ചെയ്യാം. ഈ സിറ്റുവേഷനിലും ഇങ്ങനെയൊക്കെ ഈ പക, വെറുപ്പ്, ദേഷ്യം, ഇതൊക്കെ എന്തിനാണ്? എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ റിയാക്ട് ചെയ്തു. നമ്മളത് ആദ്യമായിട്ടാണ് തിരിച്ചങ്ങോട്ട് റിയാക്ട് ചെയ്യുന്നത്. അത് 38-40 മിനിറ്റ്. എന്താണത്? കാണും ആരെങ്കിലുമൊക്കെ രണ്ടെണ്ണം ആക്കി കണ്ട് ഇറക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ വേണ്ട, ഇതിങ്ങനെ കാണാനല്ല, ഇങ്ങനെ കാണട്ടെ. ഓക്കെ, ശരി എന്നാൽ. ഓക്കെ, ബൈ.